ഇരിക്കുന്ന സമയത്ത് ഹിരണ്യകശിപുവും ദേവന്മാരുമായിട്ടൊരു യുദ്ധമുണ്ടായി. ഘോരമായ യുദ്ധമാണ്. ആ യുദ്ധത്തിൽ സ്വന്തം ഭാര്യയെ പൂർണ്ണ ഗർഭിണിയായ കയാധുവിനെയും തേരിലിരുത്തിക്കൊണ്ടാണ്, അത്ര ശക്തനാണെന്ന് കാണിക്കാൻ ഹിരണ്യകശിപു യുദ്ധം ചെയ്തത്. പക്ഷേ ആ യുദ്ധഭൂമിയിലെ ഒറ്റപ്പെട്ട കയാധുവിനെ ദേവേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾ തട്ടിക്കൊണ്ടുപോകാൻ തുടങ്ങി. പൂർണ്ണ ഗർഭിണിയാണ്. ആ കയാധുവിനെ ദേവേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾ തട്ടിക്കൊണ്ടുപോകാൻ തുടങ്ങിയപ്പോൾ നാരദമുനി അവിടെ എത്തി. പാടില്ല, അവളൊരു സ്ത്രീയാണ്, പോരെങ്കിൽ പൂർണ്ണ ഗർഭിണി, ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. അധമ പ്രവൃത്തിയാകും അത്. ദേവന്മാരുടെ അന്തസ് മൊത്തം ഇല്ലാതാകുന്ന പ്രവൃത്തി. അതുകൊണ്ട് കയാധുവിനെ അങ്ങനെ നിങ്ങൾ കൊണ്ടുപോകാൻ പാടില്ല എന്ന് പറഞ്ഞ് പൂർണ്ണ ഗർഭിണിയായ കയാധുവിനെ നാരദന്റെ ആശ്രമത്തിൽ കൊണ്ട് താമസിപ്പിച്ചു. യുദ്ധം കഴിയുന്നവരെ നാരദന്റെ ആശ്രമത്തിന്റെ പ്രത്യേകത എന്താ? അവിടെ നാമം ഒന്നേ ഉള്ളൂ, നാരായണ 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 നാരായണ.